ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോഴേക്കും 12 മണിയായിട്ടോ. രാത്രി 12 മണിക്ക് ഞങ്ങൾ വീട്ടിലെത്തിയത്. എന്നാലും യാത്രയൊക്കെ സുഖമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വളരെ സേഫായിട്ട് ടൈമിനെത്തി. പിന്നെ കുറച്ച് ലേറ്റായത് മാത്രം, കാരണം ഞങ്ങളവിടെ നിന്ന് പുറപ്പെട്ടത് തന്നെ 7:45 കഴിഞ്ഞ സമയത്താണ്. എന്തായാലും സുഖമായി കിടന്നുറങ്ങി. ഇന്ന് രാവിലെ കുറേ ലേറ്റായിട്ട് എണീറ്റ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി കിച്ചണിലേക്ക് കിടക്കണം ഓരോരോ കാര്യങ്ങൾക്കായിട്ട്. ഇന്നലെ രാത്രി നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ എടുത്ത് വെക്കേണ്ടതൊക്കെ വേഗത്തിൽ തന്നെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ വേഗത്തിൽ തന്നെ ഉറങ്ങി. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒത്തിരി ജോലികളുടെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഉച്ചക്കാലത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനായിട്ട്. അപ്പോൾ ഇന്നലെ നമ്മളവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷോപ്പിങ്ങൊക്കെ ചെയ്തു കേട്ടോ. ഒരുപാട് ഐറ്റംസൊന്നും ചെയ്തില്ല. കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ടതാണെന്ന് തോന്നിയ ഐറ്റംസ് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ പോന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോന്നപ്പോൾ അവിടെ നിന്ന് ഫിഷ് വാങ്ങിയായിരുന്നു. അയിലയായിട്ടോ വാങ്ങിയേക്കണേ, അയില. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചക്കാലത്തേക്ക് അയില കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കാണ്. ചോറിന് കറി അയിലയാക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ മീനൊക്കെ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന അയിലേനെ ഞാൻ എണീറ്റിപ്പോൾ തന്നെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ കളഞ്ഞ് നല്ല പോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ എടുത്ത് മസാലയൊക്കെ തിരുമ്മി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഓരോരോ പ്രിപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ ഞാനിത് അവിടെ സബോള ഒരു 1.5 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കഷ്ണം വെളുത്തുള്ളി, ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ മീൻകറി ആദ്യം അടുപ്പത്ത് വെച്ച് മീൻകറിയുടെ ജോലി കഴിഞ്ഞിട്ട് വേണം അടുത്ത ജോലിയിലേക്ക് കിടക്കാനായിട്ട്. നമ്മുടെ കട്ടിങ് കാര്യങ്ങളെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എനിക്ക് തേങ്ങ പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ തേങ്ങ ഞാൻ ഓൾറെഡി കറണ്ട് പോകുന്നതിന് മുൻപ് തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ തേങ്ങ നമ്മുടെ റെഡിയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പാൽ പിഴിഞ്ഞെടുത്താൽ മതി. പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് ഞാൻ അവിടെ 2 പാത്രമുണ്ട്. ഇത് നമ്മൾ ഇന്നലെ ലുലു മോളിൽ വാങ്ങിയ പാത്രം കേട്ടോ. നല്ല അടിപൊളി മൈക്രോവേവിൽ വെക്കാവുന്ന പാത്രമാണ്. ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ കളഞ്ഞിട്ടില്ല. സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് വേണം. മൈക്രോവേവിലും കൂടെ വെക്കാവുന്ന പാത്രം. ഞാനങ്ങനെ നോക്കിയെടുത്തതല്ല, ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ശ്രദ്ധിച്ചത്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ ഉള്ളിൽ സ്റ്റീൽ വേണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഇത് നമ്മുടെ കിച്ചണിന് ചേരുന്ന റെഡ് കളറുമാണ്. അപ്പോൾ അത് ഓർത്ത് അങ്ങനെ എടുത്തത് കേട്ടോ. നമുക്ക് ആദ്യം പാല് പിഴിഞ്ഞെടുക്കാം. ഞാനിന്ന് തേങ്ങ പാല് പിഴിഞ്ഞിട്ടാണ് അയിലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ മാങ്ങയിട്ടുള്ള കറി ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പച്ചമാങ്ങ കിട്ടില്ല. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നാട്ടിൽ പോകുന്നതിന് മുൻപ് ഞങ്ങൾക്ക് മാങ്ങ കിട്ടിയ സമയത്ത് ഞാനത് കട്ട് ചെയ്ത് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇങ്ങനത്തെ ബോക്സുകളിലാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മളൊന്നും ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് വെച്ചിരിക്കുന്ന പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. ഐസൊക്കെ പിടിച്ച് കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതെടുത്താണ് ഇന്ന് ഞാൻ അയിലക്കറി ഉണ്ടാക്കുന്നത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പുറത്തിരിക്കട്ടെ. ആദ്യം തേങ്ങ പാല് പിഴിഞ്ഞെടുക്കാം. കറിക്കുള്ള 1-ാം പാൽ ഇവിടെ റെഡിയാണ്. പിന്നെ ഒരുപാട് മീനൊന്നും ഇല്ല. ഞങ്ങൾ ജസ്റ്റ് 1 കിലോ മീനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടില്ലേ അയില എന്ന് പറയുന്ന ആ മീൻ നമുക്ക് ഇവിടെ കിട്ടില്ല ഞങ്ങൾക്ക് വസ്തിയിൽ. അപ്പോൾ ലക്നൗവിൽ നിന്ന് അങ്ങനെ കിട്ടിയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. 1 കിലോയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കറി വയ്ക്കണേ. കുറച്ച് ഞാൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം നാളെയൊക്കെ വറുക്കാലോ എന്ന് വിചാരിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി 2-ാം പാലും കൂടെ ഇന്ന് വേഗത്തിൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ 2-ാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗത്തിൽ കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ശേഷം ഐസ് പിടിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ ഒന്ന് വിട്ട് കിട്ടാനായിട്ട് നമ്മൾ സബോളയും പിന്നെ വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ട് കിട്ടാനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും മാങ്ങ എടുക്കണം കേട്ടോ. മാങ്ങ ഇട്ടുള്ള കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും ഞാൻ മാറ്റി വയ്ക്കണം. വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ എടുത്ത് വയ്ക്കണം. നമുക്കിനി അടുത്ത പ്രാവശ്യം കറി ഉണ്ടാക്കുമ്പോൾ
ഇത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഫ്രീസറിലേക്ക് കയറ്റണം. ഒരു കഷ്ണം ഇതിനകത്ത് ഇത്തിരി വലിയതുണ്ട്, അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രഷ് വാങ്ങിയാട്ടോ, അടിപൊളി. എനിക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഫ്രീസറിൽ നമുക്കൊരു പരിധി ഉണ്ടല്ലോ വയ്ക്കാൻ. എല്ലാ ഐറ്റംസുകളും കൂടെയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഫ്രീസർ നിറയും. അതുകൊണ്ട് നമുക്ക് കുറേയൊന്നും വെക്കാൻ പറ്റില്ല. ഞാൻ 2-3 പാക്കറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത്രേ വെച്ചിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇങ്ങനെ വേറെ 2 ബോക്സ് ഉണ്ട് കേട്ടോ, ഞാൻ തുറന്നിട്ട് പോലും ഇല്ലാതാ. നമ്മളിപ്പോൾ ഉപയോഗിച്ച് വേറെ, പിന്നെ ഇങ്ങനെ വേറെ 2 ബോക്സ്, അങ്ങനെ ഒരു 3 ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഞാനൊരു കവറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ബോക്സിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, എന്തെങ്കിലും കവറിലൊക്കെ ഇട്ട് വയ്ക്കാം, ഒരു കുഴപ്പം വരാതെ അങ്ങനെ ഇരുന്നോളും. പക്ഷേ ഫ്രിഡ്ജൊന്ന് ഓഫാക്കായിരുന്നു നമ്മൾ. ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ചീത്തയായിപ്പോൾ. ഓഫാവാതിരിക്കുകയാണെങ്കിൽ കറണ്ട് പോകുമ്പോൾ പൊക്കോട്ടെ, പക്ഷെ വീണ്ടും വന്ന് അത് ഓക്കെ ആയിക്കോളും. ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് ഒത്തിരി നാൾ മാങ്ങ സേവ് ചെയ്യാം. ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് മാങ്ങ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ, വെള്ളത്തിൻ്റെ അംശവും ശകലം പോലും ഉണ്ടാവരുത്. മാങ്ങേനെ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ലപോലെ തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക. ഇത്രയ്ക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. വെരി സിമ്പിൾ പ്രൊസീജിയറാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മുടെ മാങ്ങയൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ എന്താ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് വേഗം ചട്ടി അടുപ്പിൽ വയ്ക്കുക കറി വയ്ക്കാനായിട്ട്. ഇനി ഇന്നത്തെ അടുത്ത ജോലി എന്ന് പറയുന്നത് ചീര വാങ്ങിയായിരുന്നു ഞാൻ ഇന്നലെ. അപ്പോൾ ചീര കൊണ്ടുള്ളൊരു തോരൻ ഉണ്ടാക്കണം. അപ്പോൾ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തുനിന്ന് ചീരത്തോരൻ ഉണ്ടാക്കണം. ഒരു പാക്കറ്റ് നാളെയോ മറ്റന്നാളൊക്കെ നമുക്ക് എടുക്കാം. ചുമന്ന ചീര ഞങ്ങൾക്ക് ഇവിടെ കിട്ടില്ല കേട്ടോ, ഇവിടെ ഞങ്ങളങ്ങനെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. പച്ചച്ചീരയൊക്കെ വരാറുണ്ട് വല്ലപ്പോഴൊക്കെ, പക്ഷെ അവിടെ ചെന്നപ്പോൾ ചുമന്ന ചീര കണ്ടപ്പോൾ നാട്ടിലെ ഓർമ്മകളായിരുന്നു. ചെറുപഴം കിട്ടി ഇന്നലെ അവിടുന്ന്. ചെറുപഴം എന്താ ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടില്ല, ഞങ്ങൾക്ക് ഇവിടെ റോബസ്റ്റ് പഴം മാത്രമേ കിട്ടുള്ളൂ. ഇത് ഞങ്ങൾ അവിടെ നിന്ന് ചെറുപഴം വാങ്ങിച്ചതാണ്. കുറച്ച് ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചു കേട്ടാ മുന്തിരി വാങ്ങിയില്ലേ, അടിപൊളി സൂപ്പർ മുന്തിരി ആപ്പിള് ഒക്കെ. മുന്തിരി ഉണ്ടോ, നല്ല സൂപ്പർ മുന്തിരി, വലിപ്പം കൂടുതലുള്ള. ഞാനൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ. ചട്ടി ചൂടായിട്ടില്ല, ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് പൊട്ടിക്കട്ടെ. ഇത് 1/2 കിലോ കേട്ടോ, 1/2 കിലോയ്ക്ക് 225 രൂപ. പക്ഷെ നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി കേട്ടോ. അവിടെ അങ്ങനെ വെച്ചിരിക്കുന്ന ഐറ്റംസുകളെല്ലാം നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ആപ്പിൾ വാങ്ങിച്ചു. ആപ്പിളും പല തരത്തിലുള്ള കണ്ടില്ലായിരുന്നു വീഡിയോയിൽ നിങ്ങൾ, പല കളറിൽ പല വെറൈറ്റി ആപ്പിളും. അയ്യോ നമ്മുടെ ചട്ടി ചൂടായി, വേഗം ഓയിൽ ഒഴിക്കട്ടെ. ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത്തിരി ഉലുവ ഇട്ടിട്ട് കൊടുക്കുന്ന ഉലുവ ഒന്ന് പൊട്ടിട്ട്. കറിവേപ്പില എടുത്തില്ല, കറിവേപ്പില എടുക്കണം. ഇതിൽ മുകളിലത്തെ അറേഞ്ച്മെന്റ്സ് നല്ല അടിപൊളി കേട്ടോ. എന്തായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രൂട്ട്സ് ഏരിയ, വെജിറ്റബിൾ ഏരിയ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വേറെ, പിന്നെ നമ്മുടെ പയറ്, പരിപ്പ്, അരി അങ്ങനത്തെ ഐറ്റംസ് വേറെ സൈഡിൽ, മസാലകൾ വേറെ സൈഡിൽ, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. ആ രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ ഇപ്പം അറിയാമോ ഇതിന് ഇത് രസം പറഞ്ഞൊന്ന് ഞാനൊന്ന് കഴുകി കഴിച്ചോട്ടെ. ബാക്കി നമുക്ക് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കണം അല്ലേ. അവിടെ ഉലുവ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തണുപ്പും മധുരവും സൂപ്പർ അടിപൊളി ടേസ്റ്റ്. ബാക്കിയെല്ലാം വെള്ളത്തിലിട്ട് വെക്ക്, കഴുകാൻ കുരുവുള്ളത് കേട്ടോ, വയലൊതുങ്ങില്ല. ഇത്രയും വലിപ്പമുള്ള വലിയ മുന്തിരി. അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞല്ല, കടുകല്ല കേട്ടോ, ഞാൻ കടുക് ഇട്ടിട്ടില്ല, ഉലുവ ഇട്ടേക്കണം. ഉലുവെല്ലാം പൊട്ടിക്കഴിഞ്ഞ് കല്ലിട്ട് കറിവേപ്പില ഇടുന്നത്. ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഞാനപ്പോഴേക്കും മുന്തിരിയൊക്കെ ഒന്ന് കുറച്ച് സമയം മുന്തിരി കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ചീരയില എടുക്കണം. ഒരു സവോളയൊക്കെ അവിടെ വഴന്ന് വരുന്നതേ ഉള്ളൂ. ഇവിടെ കണ്ടോ ചീര നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നെടുത്ത് ഒരു തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇതിനെ നല്ലപോലെ വാഷ് ചെയ്ത് ഇതൊരു കുറച്ച് സമയം വെള്ളം ഒഴിച്ചെടുത്ത് ഇതിന് തണുപ്പും പോകണം. പിന്നെ എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചത്ത് പോയി കിട്ടിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെള്ളം ഒഴിച്ചിടാം. അപ്പോൾ സവോളയൊക്കെ ഇവിടെ നല്ലപോലെ വഴങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം.
ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു ശകലം ഫിഷ് മസാല, ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാല ചേർത്ത് കൊടുക്കണം. മസാലയ്ക്കൊന്ന് ചൂടാവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ മസാലയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏറ്റവും ആദ്യം ഇട്ട് കൊടുക്കുന്നത് മാങ്ങയുടെ കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ. മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതാ നല്ല അടിപൊളി കഷ്ണങ്ങളായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല കണ്ടോ. ഈ രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതേമാതിരി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്താൽ, ഞാനിത് മെയ്യിലിട്ട് വെച്ചതല്ലേ, മെയ്യിൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇട്ടതാണ്. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമില്ല. 4 മാസം ഇപ്പോൾ നമ്മൾ 6 മാസം കഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല കേട്ടോ. 6 മാസം 1 വർഷം വരെ ഇരുന്നോളും. ഫ്രീസർ ഓഫാക്കാതെ ഇരുന്നാൽ മതി. ഇനി ഇതിനകത്തേക്ക് ഞാനിപ്പോൾ 2ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ റെഡിയാക്കി വെച്ചത് 2ാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മാങ്ങയിലേക്കും അതുപോലെ തന്നെ ഈ ഗ്രേവിയിലേക്കും ഒന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഫിഷിലേക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ഗ്രേവിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഞങ്ങൾക്കിത് പുറത്തൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. എനിക്ക് സൂപ്പർ കാറ്റാണ്. എപ്പോഴാണ് തീ കെട്ടുപോകാന്ന് പറയാൻ പറ്റില്ല. പണ്ട് നമ്മുടെ ഫ്രണ്ട്സ് 1-2 പേര് ചോദിച്ചായിരുന്നു, ചേച്ചിക്ക് ഇവിടെ വിൻഡോയുടെ അടുത്ത് ഗ്യാസ് സ്റ്റവ് വെച്ച് കുക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഗ്യാസ് സ്റ്റവ് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം അവിടെ വെച്ചിട്ട് തന്നെ കാറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം തീ ഇങ്ങനെ ഒലഞ്ഞൊലഞ്ഞു പോകണമാണ്. മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഏട്ടാ? മഴക്കാരുണ്ട്, പക്ഷെ പെയ്യില്ല. നമ്മളെ കൊതിപ്പിച്ചു പോകും. ഈ കാറ്റെടുത്ത് പോവാ. മഴ പെയ്യുന്നു, നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുമ്പോൾ മഴ പെയ്യുന്നു, പക്ഷെ പെയ്യൊന്നുമില്ല. കാറ്റടിക്കുന്നോണ്ട് മഴ പെയ്യാൻ വഴിയില്ല. അടുക്കളയുടെ ഉള്ളിൽ പുറത്തൊക്കെ ഇത്തിരി കാറ്റ് ഒത്തിരി നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ്, പക്ഷെ അകത്ത് ചൂട് കഴിഞ്ഞ് ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഫാൻ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തീ കെട്ടു പോകും. അതാണ് നമ്മുടെ വെള്ളം നമ്മൾ ഒഴിച്ചതൊക്കെ നല്ലപോലെ ചൂടാവാൻ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക് മീനിൻ്റെ പീസുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മസാലയൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് പീസുകളിൽ. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മാങ്ങ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തത് അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ ഉള്ളതൊന്ന് പോയി കിട്ടാനും, പിന്നെ മൊത്തത്തിലൂടെ അങ്ങനെ മാങ്ങ കഷ്ണമായിട്ട് കിടക്കുന്നത് വലിയ താല്പര്യമില്ല. എല്ലാവർക്കും മാങ്ങയൊന്ന് ഉടഞ്ഞ് കിട്ടണം കറിയിൽ. അതാണ് ഇവിടെ അഞ്ജുവിനും ചേട്ടനൊക്കെ ഇഷ്ടം. എനിക്കും അതെ കേട്ടോ. മാങ്ങ കഷ്ണമായിട്ട് പറക്കിയെടുത്ത് കഴിക്കാൻ അത്രയ്ക്കും താല്പര്യമില്ല. ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം നമുക്കിനി കറി ഒന്ന് ഇത്തിരി സമയം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാൻ അടച്ചു വെക്കാം. ഇവിടെ കറി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം ഞാനത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടോ. കറിയൊക്കെ നല്ലപോലെ തിളച്ച് കിടപ്പുണ്ട്. നമുക്കപ്പോൾ ഇനി 1ാം പാലും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ശകല വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട്. നമ്മുടെ കറി ഇതാ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ അടച്ചു വയ്ക്കുന്നില്ല. ഇനി നമുക്ക് വേഗം താളിച്ചൊഴിക്കാനുള്ള കാര്യങ്ങൾ വേഗം ഒന്ന് സെറ്റപ്പ് ആക്കണം. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കറി തിളയ്ക്കുമ്പോഴേക്ക് ഞാൻ എന്താ താളിച്ച് ഒഴിക്കാനുള്ള ഐറ്റംസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത്തിരി വറ്റൽമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം താളിച്ചൊഴിക്കാനുള്ള ചെറിയ പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് കോക്കനട്ട് ഓയിൽ കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഓഫ് ആക്കണം. കറി സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഓയിൽ കൂടെ നല്ലപോലെ ചൂടായി ഇത്തിരി കടുകിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സബോളയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിയിലെ ഞാൻ അടുപ്പിൽ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ചട്ടിയിൽ തന്നെ കിടന്നത് തിളയ്ക്കും. അടുപ്പത്ത് തന്നെ ചൂടായിരുന്നു. എന്നിട്ട് താഴേക്ക് ഇറക്കി വെച്ചു. നമുക്ക് വേഗം അടുത്തടുത്ത ജോലികളിലേക്ക് കിടക്കണം. സമയം കിട്ടിയപ്പോഴേക്കും ഞാനിങ്ങനെ ഓരോ കൊച്ചു ജോലികളായിട്ട് തീർത്തിട്ടുണ്ട്. എന്നാലും ഇനിയുണ്ട് ജോലികൾ. അപ്പോൾ അതാ എല്ലാം കൂടെ മൂത്ത് കിട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് ആ ചീര കട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ചീര ഞാൻ എന്താ 2 ഭാഗം കിട്ടിയത് ഇവിടെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇട്ടൊന്ന് കുറച്ച് നേരം കുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കും. പിന്നെ ഇവിടെ ബാക്കി കട്ട് ചെയ്താൽ അങ്ങനെ കഴുകി വരുന്നതേ ഉള്ളൂ. ബാക്കി ഇലയൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു സബോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഇത്തിരി കറിവേപ്പില, പിന്നെ ഇത്തിരി വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് വേഗം ചീരത്തോരൻ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഞാൻ തീർത്തു. നമ്മുടെ റൈസ് വെക്കാൻ പോകണം ഇനി അടുപ്പത്ത്. അപ്പോൾ ഇത് ഞങ്ങളുടെ UP അരി തന്നെയായിട്ട് ഞാൻ കഴുകിയിട്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ വിസിൽ വന്നാൽ മതി. നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും അറിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തേക്ക് വെക്കണം. ഇതിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ റൈസ് കുക്കായിക്കോളും. ഇപ്പം ഇനി അടുത്ത് നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെക്കുകയാണ്. ചീരത്തോരനിലേക്കുള്ള എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ കോക്കനട്ടൊക്കെ ഞാൻ ഇത് ഫ്രീസറിൽ ഇരിക്കായിരുന്നു. അപ്പോൾ അതൊന്നും കിട്ടാൻ കുറച്ച് സമയം എടുത്തു. പാനൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസുകളെല്ലാം ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ ഇതാ ഇവിടെ വഴന്നു വരുന്നുണ്ട്. കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഇത് നല്ലപോലെ നമുക്ക് ഈ തണ്ടൊക്കെ നല്ലപോലെ കുക്കായി കിട്ടും. നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വളരെ ഹെൽത്തിയാണ്. ചീരത്തോരൻ എന്ന് പറയുന്നത് ഒത്തിരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ടുകളൊന്നും നമ്മൾ കളയാതിരിക്കുന്നതാണ് നല്ലത്. സവോള വെളുത്തുള്ളിയൊക്കെ ഇതാ വഴന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല ഇങ്ങനെ നമ്മൾ പ്ലേറ്റിൽ കുറേ കാണുന്നുണ്ടെങ്കിലും വെന്ത് വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. കുറച്ച് ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് അധികമായി വരും. അപ്പോൾ അതാ ഇതെല്ലാം ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ട് ഭാഗം ഇട്ട് കൊടുക്കണം. പുതിയ ബൗൾ വാങ്ങിച്ച് എന്തായാലും ഇതിന് റെസ്റ്റ് ഇല്ലാത്ത ജോലികളാണ് കേട്ടോ. ഇപ്പോൾ അതാ നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഇന്നത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ. എനിക്കിഷ്ടമായി ബൗള്. അപ്പോൾ അതൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ അടച്ചു വെക്കണം കേട്ടോ. നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കാം. നല്ലപോലെ കുക്കായിരിക്കേണ്ടത് കണ്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ചീരയിലേയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയും കൂടി ഇടാം. ഞാൻ വലിയ പാൻ എടുക്കാനത് വെന്ത് വരുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ നിന്ന് കുറച്ച് സമയം അടച്ചു വയ്ക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലപോലെ ഒതുങ്ങി കിട്ടും. അതിന് ശേഷം നമുക്ക് തേങ്ങയിട്ട് ചേർക്കാം. നമ്മൾ തേങ്ങയിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അതുവരെ ഞാൻ ഇരിക്കട്ടെ. ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും റൈസ് കുക്കറിൽ നിന്നുള്ള വിസിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റൈസ് കുക്കായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇത് ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ വേണ്ട തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി തേങ്ങയും കൂടെ ഒക്കെ ഒന്ന് ആവി കയറാനായിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ നിങ്ങൾ ഒട്ടും തന്നെ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മടിക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.